തലഞ്ഞിട്ട് ഇനി വേണ്ട, അത് ചിലപ്പോ നമ്മളെ കൊത്തും. കറുത്ത ഡാർക്ക് ഹെയർ ആണ് മെയില്, ഇത് ഫീമെയിൽസ്. ഇതൊക്കെയാണ് മുട്ട തരുന്നത് കേട്ടോ. ഇതാണ്ട ഓസ്ട്രിച്ചിന്റെ എഗ് കണ്ടോ, വാതിൽ കണ്ടോ. ഏകദേശം 1.25-1.5 കിലോയോളം വെയിറ്റ് വരും ഒരു മുട്ടയ്ക്ക്. ഇതിപ്പോ ഡെമോ ആണ്, ഇതിനകത്ത് നിന്നുള്ള ഇതൊക്കെ എടുത്തതാണ്. മുട്ടയ്ക്ക് ഇവിടെ കേരളത്തിൽ 400 രൂപയാണ്. എന്ത് 400 രൂപയാണ് ഇതിന്റെ ഒരെണ്ണത്തിന്. ഇത് എത്ര നാൾ കൂടുമ്പോഴേ മുട്ട ഇടുന്നേ? ആ, ഒക്ടോബർ മുതൽ ഒരു ഫെബ്രുവരി വരെയൊക്കെ ഇടും അല്ലേ? അപ്പൊ എല്ലാ ദിവസവും മുട്ട ഇടുവോ? ഇല്ല, സീസണിൽ. അത് ഒരു സീസൺ എത്ര മുട്ട ഇടും പറയാൻ പറ്റില്ല. ഒരു അപ്രോക്സിമേറ്റ് ഏകദേശം 5 മണി തൊട്ട് 6:30 വെച്ചാണ് മുട്ട ഇടുന്നത്. ഇടിയാണെങ്കിൽ അല്ലേ? ആ, ഇത് കുറെ രാവിലെ ഒന്ന് എടുക്കുന്നു. എന്റെ മുട്ടയാണ് ഞങ്ങൾ എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ. ചെറിയ പൈതങ്ങളെല്ലാം കൂടെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ബാ, ആ കാഫുണ്ട്. കൊണ്ട് തോന്നോ കാഫ് വയ്ക്കുന്നുണ്ടോ? പശുവിന്റെ കുട്ടി എന്തോ പറയുന്നത് നമ്മള്? ആ, അതുകൊണ്ട് പശുവിനെയൊക്കെ കുളിപ്പിക്കുന്നേ കണ്ടോ? പശുവിനെ കുളിപ്പിക്കുന്ന, ചാണാൻ നീക്കുന്ന ഇവിടുത്തെ ചേച്ചിമാരാണ്. ഇവിടുത്തെ പുലികൾ കണ്ടോ? ചേച്ചിമാരാണ്, അമ്മമാരെ പോലെ അവരെ നോക്കുന്നത് കണ്ടോ? വേണ്ട, പശുവിന്റെ കുട്ടികള്, ഈ പശുവിന്റെയും കുട്ടികളുടെ എല്ലാം അമ്മമാരാണ് ഈ ഓസും പിടിച്ചിരിക്കുന്നത് കണ്ടോ? ആരും കുളിപ്പിക്കുന്നുണ്ട്. ആ, യൂണിഫോമാ. നിങ്ങൾക്ക് യൂണിഫോം ഇല്ലേ? പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് യൂണിഫോം വേണ്ടേ? ഞങ്ങളെല്ലാം അച്ഛനും അമ്മമാരാ. ഞങ്ങളുടെ യൂണിഫോമാണ് ഇത്. ചേച്ചിയുടെ പേരെന്താ? സുജാത. സുജാത ചേച്ചിക്ക് എത്ര മക്കളാ? 2 മക്കൾ. ഇതെല്ലാം വേണ്ട. ഇതിന് കൊടുക്കുന്ന ഫുഡ് കണ്ടോ? നമ്മള് പശുവിനൊക്കെ കൊടുക്കുന്നത് നമ്മളെ പോലത്തെ ഫുഡാണോ കൊടുക്കുന്നത്? ആ, വൈക്കോല്, കച്ചിയാണ് കൊടുക്കുന്നത് അല്ലേ? അവർക്ക് കൊടുക്കാനുള്ള CO3-യും CO4-ഉം CO5 ഒക്കെയാണ് ഈ കിടക്കുന്നത് കണ്ടോ? പുല്ല്. ആദ്യം പശുവിനെ തൊടാൻ പോയി കണ്ടോ? ഇടേ, അത് ആനയൊന്നും അല്ലടേ, പശുവാടേ. വാ, നിങ്ങളെ കണ്ടപ്പോ കരയുന്നുണ്ടോ? ആ കുഴിയിൽ വീഴരുത്, ഇറങ്ങിപ്പോ, നോക്കിപ്പോ.
വീഴും വീഴും വീഴും. പിടിച്ചോ. നമ്മള് പലരും കുരിയോട്ടുമല ഫാം കേട്ട് കാണും, പലരും ചിലര് യൂട്യൂബിൽ കണ്ടു കാണും. പറയുന്നേക്കാട്ടി നേരിട്ട് വന്ന് കാണുമ്പോൾ അതിൻ്റെതായ കുറെ വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങള് 106 ഏക്കറിൽ ഞങ്ങളുടെ ഈ കുരിയോട്ടുമല ഫാം ഉള്ളതിൽ ഞങ്ങള് പശു, ആട്, കോഴി, മുയല്, കാട ഇങ്ങനെ പല ജീവപ്രാണികളെ വളർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പിള്ളേർ ഇതുമായിട്ട് എല്ലാം എക്സ്പോഷർ ആവണം. പിന്നെ നമുക്ക് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പലർക്കും നമുക്കൊരു ജോലി കൊടുക്കാൻ പറ്റും. ഇതൊരു ബിസിനസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമല്ല. ഇവിടെ നമുക്ക് പല ഇനങ്ങൾ ചെയ്യുക, പല ഉൽപ്പന്നങ്ങൾ ചെയ്യുക, അല്ലെ പല മൃഗങ്ങളെ വളർത്തുക. എന്നിട്ട് അതുമൂലം ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റുകയും ഇത് വേറെ ജനങ്ങൾക്ക് കാണിക്കുകയൊക്കെ നിങ്ങൾ ചുരുങ്ങിയ സ്ഥലത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു എക്സ്പോഷർ പോലെ എന്നെ അവർക്കൊന്ന് നമ്മൾ കാഴ്ച വെച്ചു കൊടുക്കുക. ഇന്ന പോലെ നമ്മൾ ഇത്രയും മലയിൽ അല്ലെങ്കിൽ ഇന്ന പോലെ ഒരു സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ പച്ചക്കറി നടാൻ പറ്റും, അല്ലെങ്കിൽ ചെടികൾ നടാൻ പറ്റും, അല്ലെങ്കിൽ കോഴിയെ വളർത്താൻ പറ്റും, കാടയെ വളർത്താൻ പറ്റും, അത് വെച്ച് നിങ്ങൾക്ക് വരുമാനം ആക്കാൻ പറ്റും. അപ്പൊ അതിന്റെ എല്ലാം നമ്മൾ കുറച്ചൊരു ഐഡിയ ചെയ്യും. ഇപ്പം കോവിഡ് വന്ന പിന്നെ പലർക്കും പട്ടിയും പൂച്ചയോടെ കൂടുതൽ ഇഷ്ടം. പക്ഷെ പല വീട്ടിലും പട്ടിയും പൂച്ചയും ഉള്ളിടത്ത്, കൊച്ചു പിള്ളേരുള്ളിടത്ത് അവിടെ നിത്യേന അസുഖങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾ എല്ലാം നല്ലതാ, പക്ഷെ അവരിലുള്ള കുറെ ഇൻഫെക്ഷൻ കുട്ടികൾക്ക് വരുന്നതുകൊണ്ട് പലയിടത്തും അത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിന് പകരം ഇപ്പം നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ കൂടുതൽ നേരം ടിവിയുടെ മുമ്പിലും മൊബൈലിന് മുമ്പിലാവുമ്പം അതിന് പകരം അവർക്ക് കൊച്ചു 1-2 ചെടികൾ കൊടുക്കുക, അല്ലെങ്കിൽ 1-2 അലങ്കാര മത്സ്യങ്ങൾ കൊടുക്കുക. അതിന് ഇച്ചിരി രാവിലെ വൈകിട്ട് ഇച്ചിരി തീറ്റ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2-3 കോഴിയെ കൊടുക്കുക. എന്നാൽ അവർ രാവിലെ വൈകിട്ട് അവർക്ക് ഇച്ചിരി ഭക്ഷണം ഇട്ട് കൊടുക്കും. തിരിച്ചത് വരുമ്പം കൂട്ടി പിടിച്ചിടാൻ വേണ്ടിയിട്ട് കൂട് തുറന്നു കൊടുക്കും. അതൊരു പ്രകൃതിയായിട്ട് ഒരു അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് ഒരിതത്വം. അന്നേരം നമ്മളിവിടെ പൂച്ചെടിയോ അല്ലെങ്കിൽ അലങ്കാര ചെടികളോ അല്ലെങ്കിൽ പച്ചക്കറി തൈകളോ കൊണ്ടുപോയിട്ട് പിള്ളേരെ കൊണ്ട് ഡെയിലി അതിൽ ഇച്ചിരി വെള്ളം ഒഴിപ്പിക്കുക. വല്ലപ്പോഴും ഇച്ചിരി പച്ചക്കറി വേസ്റ്റുകൾ അതിലിടുക, അല്ലെങ്കിൽ തേയില ഇല ഇടുക, വെളുത്തുള്ളിയുടെ ഇല ഇടുക, സവാളയുടെ ഇല ഇട്ട് അത് പിള്ളേരെ കൊണ്ട് അതുമായിട്ട് ഇത് ചെയ്തിട്ട് അത് വിളവ് വരുമ്പം അതെങ്ങനാ ഒരു ഫ്രൂട്ട് ഉള്ളത് എന്നാ ഇപ്പം. പക്ഷെ ഇത് ശരിക്കും എങ്ങനാ, അല്ലെങ്കിൽ ഒരു പച്ചപ്പുല്ല് എന്തുവാ, കച്ചി എന്തുവാ. ഇപ്പൊ പല പിള്ളേർക്കും കച്ചി എന്തുവാന്ന് അറിയത്തില്ല. അവരുടെ നോക്കുന്നത് അമ്മ രാവിലെ പാക്കറ്റ് എടുക്കുന്നു, കവർ പൊട്ടിക്കുന്നു, പാല് കാച്ചി കൊടുക്കുന്നു, അവർക്ക് ചായ കിട്ടുന്നു, അത്രേ അവർക്ക് എടുത്തെടുത്തു. ആ പാല് അല്ലെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ, അല്ലെങ്കിൽ ചാണകം എന്തുവാ, ആട് എന്തുവാ, മുയൽ എന്തുവാ, ഇതെല്ലാം അവർക്കൊന്ന് കാണാന്, കോഴി എന്തുവാ, കാട എന്തുവാ, ഇതിലെ വ്യത്യാസങ്ങൾ അവർ നോക്കുമ്പോൾ അവർക്ക് ഓംലെറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഇറച്ചി കിട്ടുന്നു, മീൻ കിട്ടുന്നു. പക്ഷെ ഇതിൽ എന്ത് ലൈവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുള്ള ഇത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആദ്യം ഇത് തുടങ്ങിയത് 40 പശു വെച്ചാ. അത് കൂടി ഇപ്പൊ 650 പശുവുണ്ട്. അതിൽ നമ്മൾ പാലെടുക്കുന്നുണ്ട്, ആ പാലിൽ നിന്ന് നമ്മൾ നെയ്യ് എടുക്കുന്നുണ്ട്. അടുത്തത് നമ്മളിപ്പോ ഇനിയും ഐസ്ക്രീമും സിപ്പപ്പിന്റെ ഇതിലോട്ട് പോവുക. അത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ പദ്ധതി ഇങ്ങനെ നടപ്പിലാവും. എന്നുവെച്ചാൽ ഇപ്പം മിഷനറിക്ക് ഓർഡർ കൊടുത്തുള്ളൂ. സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും. പ്രൈവറ്റ് സ്ഥാപനമാകുമ്പോൾ എളുപ്പം അവർക്ക് പൈസ കൊടുത്ത് ചെയ്ത് ഞങ്ങൾക്ക് അനുവാദം കിട്ടിയിട്ടേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളിവിടെ ചാണകം ഉണക്കി ചാണകപ്പൊടിയായിട്ട് വിൽക്കുന്നുണ്ട്, ആട്ടും പുഴുക്ക ഉണക്കി ആട്ടും പുഴുക്ക വിൽക്കുന്നുണ്ട്, മണ്ണിര പുഴുവും വെച്ച് നമ്മൾ ജൈവവളം ഉണ്ടാക്കി മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഇത് വെച്ച് നമ്മൾ അത് വിൽക്കുന്നുണ്ട്. നമുക്ക് മേളി വെച്ചൊരു പശുവുണ്ട്, അതിന്റെ ഗൗമൂത്രം നമ്മൾ കുപ്പിക്കകത്താക്കി ഗൗമൂത്രം വിൽക്കുന്നുണ്ട്. ഇപ്പൊ പലരുടെയും വീട്ടിൽ പയറോ ചീരയോ റോസ് കാണും. അതിൽ പലരും നോക്കിയിട്ടുണ്ട്, അതിൽ കറുത്ത പുഴുക്കളോ ചുരുട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ കരിയേപ്പില പലരുടെയും മുറ്റത്ത് കാണും, പക്ഷെ അതിലെല്ലാം കറുത്ത കുത്തുകൾ. അല്ലെങ്കിൽ നല്ല റോസയോ മുല്ലയോ ഉണ്ട്, അതിന്റെ പുറത്ത് പുഴു വരുക.
നമുക്ക് ഇപ്പം നമുക്കിവിടെ താഴെ ഗേറ്റിലും നമ്മൾ ജില്ലാ പഞ്ചായത്തിന് ഞങ്ങളുടെ കൗണ്ടറിലും ഞങ്ങൾ ഗൗമൂത്രം വിൽക്കുന്നുണ്ട്. 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 10 തുള്ളി ഗൗമൂത്രം, ഒരു ശകലം മഞ്ഞൾ, ഒരു ശകലം മുളക് പൊടിയും കൂടെ ഇട്ട് അതൊരു നമ്മുടെ തീർന്ന ഒരു ജ്യൂസിന്റെ കുപ്പിയില് പൗഡർ ഡബയ്ക്ക് മേളിൽ അടപ്പിനൊരു കിഴുത്ത ഇട്ടിട്ട് നമ്മളിത് ചെടിക്ക് ഡെയിലി അല്ലെ ഒന്നരാടം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കറുപ്പ് ചുരുട്ട് ഇതൊന്നും വരത്തില്ല. അപ്പൊ അന്നേരം നമ്മളത് പച്ചക്കറി നല്ലതായിട്ട് കിളിച്ചു വരുത്തും. അങ്ങനെ ഗൗമൂത്രത്തിന് ഇപ്പം ഭയങ്കര ഡിമാൻഡായിട്ട് ആൾക്കാർ അത് മേടിക്കുന്നുണ്ട്. പേപ്പർ മില്ല്, പേപ്പർ മില്ല് അതുകൊണ്ടാ അങ്ങോട്ട് തെന്മല അല്ലേ. ഓ ഇവിടാണ് ചെക്ക് ഡാം വരുന്നത് അല്ലേ, അതുകൊണ്ടാ അവിടെ ഒരു ആന പാറയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുന്നു. ബിസ്ക്കറ്റാണോ കൊടുക്കുന്നത്? ബിസ്ക്കറ്റ് പൊട്ടിക്കുന്നത് അല്ല, ബിസ്ക്കറ്റ് അത് ഇത് തൊണ്ട ചെയ്താവും മറ്റേ കൂട് എല്ലാവർക്കും കൊടുത്ത് എല്ലാം പൊട്ടിക്കാൻ കൂട്. അവരിഞ്ഞ് കയറി വന്നില്ലേ? ഫുഡ് കഴിച്ചു കഴിഞ്ഞോ? ഇങ്ങോട്ട് പോന്നു. ഇവിടെ ബട്ടർഫ്ലൈ ചെയ്യേണ്ട, ആരും പിടിച്ച് പോക്കറ്റ് ഇടരുത് കേട്ടോ. എല്ലാവരും എണ്ണി വെച്ചിരിക്കുക. താണ്ട ബട്ടർഫ്ലൈ ഉണ്ടോ? ആരും അതിനെ ഓടിക്കരുത് കേട്ടോ. ആരും പിടിച്ച് പോക്കറ്റ് ഇടരുതേ. കേട്ടനാണോ അടുത്ത ബട്ടർഫ്ലൈയുടെ ചാർജ്? ആണോ? എത്ര ബട്ടർഫ്ലൈ ഉണ്ട് ഇവിടെ? 3 സൈസ് ഉണ്ട്. എന്തോ പേര്? എത്ര നാളായി ഇത് സെറ്റ് ചെയ്തിട്ട്? 1 വർഷമാണോ? തീർന്നിട്ടില്ല. ഞാൻ ഇവിടെ ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. ഏതാ? ഞങ്ങൾക്കേ കുന്നിക്കോടൊരു ഇത് കിട്ടി കേട്ടാ. ഏതെന്നറിയോ? ഈ ജമന്തിപ്പൂവിന്റെ വലിയ പാറ. ഞങ്ങളങ്ങനെ അവിടെ ഇറങ്ങി. ഏടേ അങ്ങോട്ട് ഇറങ്ങല്ലേ, ആദ്യം വെളിയിലോട്ട് തന്നെ എത്തി നോക്കിയാ മതിയല്ലോ. അവിടെ കാണിക്കാം. അതീ കിടക്കുന്നത് അസോളയാണോ അത്? ആ ഉണ്ടാ. അന്നേരം അങ്ങനെ നമ്മൾ ഈ ചുരുങ്ങിയ ഒരു സ്ഥലത്തിൽ ആൾക്കാർക്ക് കൂടുതൽ കാണാൻ പറ്റുക. പിള്ളേർക്ക് ഇത് എന്തൊക്കെ ഇപ്പൊ പലരും പൂച്ചെടികളുടെ പേര് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് വരയ്ക്കുന്നുണ്ട്. അപ്പൊ നേരിട്ട് അവർക്ക് പലതരത്തിലെ പൂമ്പാറ്റ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരു ബട്ടർഫ്ലൈ ഇത് സജ്ജീകരിച്ചിട്ടുണ്ട്. അന്നേരം അതിൽ പലതരത്തിലെ പൂമ്പാറ്റകൾ, അതിൽ പലതരത്തിലെ ചെടിയുടെ പേരുകൾ അറിയാനും പുല്ലുകൾ അറിയാനും. നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ സലാദ് പക്ഷെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഒന്ന് നോക്കിയാൽ അവിടെ ഒരു പ്ലോട്ട് ഉണ്ട്. അതിൽ നമ്മൾ ഒരു 5-6 വെറൈറ്റി പുല്ല് അതിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. നേപ്പിയർ, അങ്ങനെ പലതരത്തിലൊരു 8 പുല്ലിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറുതായിട്ട് കിളിച്ചു നിൽക്കുന്നത്.
ഒന്നും ഉണ്ടാവില്ല. ഓടരുത് ഹാനിയ, ഓടരുത്. ഇങ്ങോട്ട് പോയി എവിടെ ഓടുന്നേ? അങ്ങനെ നമ്മൾ താഴെ മത്സ്യങ്ങൾ വളർത്തുന്നുണ്ട്. അത് നമുക്ക് കഴിക്കാനുള്ളത് തിലോപ്പിയ മീനിനെ നമ്മൾ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ അതിന് മീൻ തീറ്റയും അസോല ഇട്ട് വളർത്തി നമ്മൾ അതിന്റെ ഇത് ഒരു 3-4 മാസമായപ്പോൾ ആയപ്പം നമ്മളിപ്പോൾ അത് വിൽക്കുന്നുണ്ട്. 1 കിലോയ്ക്ക് 250 രൂപയാണ്. അപ്പോൾ ആൾക്കാർ വരുമ്പം അവർക്ക് താല്പര്യം അനുസരിച്ച് നമ്മൾ ജീവനോട് പിടിച്ചു കൊടുക്കും. അപ്പോൾ പലരും അത് നോക്കി കറി കുറച്ച് ടേസ്റ്റ് കുറവാണ്, പക്ഷെ വറുക്കുന്ന ഇതിന് നല്ല രുചിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാം ഇച്ചിരി ചുരുങ്ങിയ സ്പേസിൽ നമ്മൾ പച്ചക്കറി നട്ടു നോക്കി, ചെടികൾ നട്ടു നോക്കി, അങ്ങനെ ഞങ്ങളുടെ പല തട്ടിലും ഞങ്ങൾ ഓരോ തരത്തിൽ ഉൽപ്പന്നങ്ങൾ ചെയ്തേക്കുക. ഇപ്പം കുറച്ച് അലങ്കാര മത്സ്യങ്ങൾ നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ ഗപ്പി ഫീഡ്, ഗപ്പി ഫൈറ്റർ, ഈ മീനുകളെല്ലാം നമ്മൾ അത് ബ്രീഡിങ് ചെയ്ത് അതിന്റെ കുഞ്ഞുങ്ങളെ ആക്കി വിൽക്കുന്നുണ്ട്. പലരും അത് കൊണ്ടുപോകുന്നുണ്ട്. 400 അടുത്ത് ആളുണ്ട്. അത് 5 ഇനത്തിലുണ്ട്. മലബാറി, ജംനാപ്യാരി, ബീറ്റൽ, സിറോഹി, തോത്താപ്പൂരി എന്ന് പറഞ്ഞൊരു ഇനം. ചെറിയ മുട്ടയിടുന്ന മാത്രമേ മിൽക്ക് കഴിക്കുള്ളൂ, വേറെ ഒരാൾ തരുമല്ലോ. വെരി ഗുഡ്. നമ്മളെ ഇവിടെ ഫാമില് നമുക്ക് പശുക്കളിൽ നല്ല പാൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പശു പ്രസവിച്ച് അപ്പോഴേ അമ്മയും കുട്ടിയെ മാറ്റുക. അപ്പൊ കുട്ടിക്ക് അമ്മയെ അറിയത്തില്ല, അമ്മയ്ക്ക് കുട്ടിയെ അറിയത്തില്ല. അവർക്ക് അപ്പത്തൊട്ട് നമ്മൾ കുപ്പിയിൽ പാല് കൊടുക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പല ഷെഡിൽ നിങ്ങൾ പശുക്കളെ കാണുന്നത്. ഒരു ഷെഡിൽ 4-ാം ദിവസം തൊട്ട് 4 മാസം പ്രായമായ കുട്ടിയാണ്. പിന്നെ അതിന്റെ അപ്പുറത്ത് ഇച്ചിരൂടെ വലുത്, പിന്നെ അതിന്റെ അപ്പുറത്ത് ചെന പിടിപ്പിക്കാനുള്ളത്. അപ്പൊ അതങ്ങനെ പല ഷെഡിലായിട്ട്. പിന്നെ മറ്റൊരു ഇഷ്ടിക വെച്ചുള്ള ഒരു കെട്ടിടത്തിൽ നമ്മൾ വെച്ചൂറും കാസർഗോഡൻ പശുവും കാളയും നമ്മൾ നിർത്തിയിരിക്കും. അപ്പൊ അത് നമ്മൾ ഓരോ സങ്കര ഇനം ഇത് ചെയ്യുക. അപ്പൊ അന്നേരം നമ്മൾ ഫാമിൽ ആൾക്കാർക്ക് എല്ലാ തരത്തിലെയും പശുക്കളെ കണ്ട് ഇതാക്കാനും നമ്മൾ ഇവിടെ 3 ഇനമുള്ളത്. ജേഴ്സി പശു, സുനന്ദിനി പശു, പിന്നെ HFന്റെ പശു. HFന്റെ പശു വെള്ളയും കറും. അപ്പൊ അങ്ങനെ ഈ 3 ഇനത്തിനെ പശുവിന്റെ ഒരു 600-650 ഉണ്ട്. റെഡ് ലൈറ്റ് നിൽക്കുന്നുണ്ടോ?
ആ പോവാം. പൊക്കോ നടന്നു നോക്കാം. അതിനപ്പുറത്തൊരു നാച്ചുറൽ ആയിട്ടുള്ള പേപ്പർ മില്ലിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു ബണ്ടുണ്ട്. സോ അന്നേരം പിള്ളേർക്ക് ഒരു വെള്ളച്ചാട്ടം കാണാനുള്ള ഒരു ഇതുണ്ട്. സോ ഞങ്ങൾക്ക് ബുക്കിംഗ് അനുസരിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പച്ചക്കറിയെല്ലാം അപ്പോൾ വരുന്നത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ തിരിച്ചാവുക. ഒന്നും വലിയ രാസവളം ചേർക്കാത്ത പച്ചക്കറി ആയതുകൊണ്ട് ഭയങ്കര ഡിമാൻഡായിട്ട് പറഞ്ഞിട്ടുള്ള പച്ചക്കറി നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കാനും